ഹായ് എവറി വൺ. വീഡിയോയുടെ ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ഈ പെട്ടി കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സ്ഥലം വരെ പോവാണ്. പക്ഷേ ഫ്ലൈറ്റിലും ട്രെയിനിലും ഒക്കെ അത് ഓവർ വെയ്റ്റ് ആയിരുന്നു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. യെസ്, 30 കിലോ മാത്രം കൊണ്ടുപോവേണ്ട ഞാൻ 34 കിലോ ആയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇമിഗ്രേഷനിലായിക്കോട്ടെ ട്രെയിനിലായിക്കോട്ടെ ഈ പെട്ടി എവിടെ വെക്കും എന്നുള്ള കാര്യത്തിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ആൻഡ് യെസ്, ഞാനിപ്പോൾ ഓസ്ട്രേലിയയിലോട്ടാണ് പോകുന്നത്. ഫ്ലൈറ്റിൽ കയറി മിഡ് നൈറ്റ് ഒരു 1:10 നമ്മളെ ഫ്ലൈറ്റ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഓവർ വെയ്റ്റ് ആയതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലുള്ളൊരു 4 കിലോ ഞാൻ നജീംക്കായുടെയും യാചിക്കയുടെയും പെട്ടിലോട്ട് നിറച്ചിട്ടാണ് ഇപ്പോൾ കയറിയത്. നജീംക്ക നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സ്റ്റാർ സിംഗർ സീസൺ 2 വിന്നറാണ്. പിന്നെ യാചുക്ക നമ്മുടെ സ്വന്തം പെർക്കഷനിസ്റ്റാണ്. സത്യത്തിൽ എനിക്ക് ഈ ഇൻഫ്ലുവൻസേഴ്സൊക്കെ വാട്ട് ഐ ഏറ്റ് ഇൻ മൈ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഒക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഞാനെപ്പോഴും വിചാരിക്കും എനിക്കും ചെയ്യണം, ഞാനും ഫ്ലൈറ്റിനൊക്കെ പോകുന്ന ആളാണല്ലോ. പക്ഷേ ഇന്നേ വരെ എനിക്ക് ആ ഫോൺ എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു അറിയിപ്പ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോടൊപ്പം ഫ്ലോപ്പായിരുന്നു. ഞാൻ യാചുക്കാൻ്റെ സീറ്റിലിങ്ങനെ ചെരിച്ച് വെച്ചിട്ടൊക്കെയാണ് ഈ വീഡിയോ എടുത്തത്. പക്ഷേ ഞാൻ എന്താ കഴിക്കുന്നതെന്ന് ഇപ്പോൾ ഈ വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടിയിരുന്നപ്പോൾ എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. കാരണം വീഡിയോയിലൊന്നും കാണുന്നില്ലല്ലോ. അപ്പം ഞാൻ ആ ഒരു പ്ലാൻ അവിടെ ഞാൻ വെച്ചു. കാരണം ഇത്ര റിസ്ക് എടുത്തിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അത് ഞാൻ നിർത്തി. ഇതായിരുന്നു കേട്ടോ ഞാൻ കഴിച്ച ഫുഡ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡെസേർട്ടിന് ഈ ഒരു കേക്കാണ് കഴിച്ചത്. ഭയങ്കര ടേസ്റ്റായിരുന്നു. അതായത് ഭയങ്കര സ്വീറ്റും അല്ല, എന്നാൽ അത്യാവശ്യം നമുക്ക് കഴിക്കാൻ പറ്റുന്ന പാകത്തിലായിരുന്നു. പിന്നെ എനിക്ക് സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ഫുഡൊക്കെ അടിപൊളിയാണ്. പക്ഷേ അവരെനിക്ക് മാറി കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. അതായത് യോഗേർട്ട് തന്നു. യോഗേർട്ടായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ ആണ് റൈസൊക്കെ. പിന്നെ അത് നമുക്കത് ഓപ്ഷണലാണെന്ന് വിചാരിക്കാം. പക്ഷേ ബ്രെഡില്ലാതെ ബട്ടറും തന്നു ഗൈസ്. എന്തായാലും ഞാൻ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ സിംഗപ്പൂർ എത്തി. ഇനി സിംഗപ്പൂർ വിശേഷങ്ങൾ കാണാം. സിംഗപ്പൂർ എയർപോർട്ട് എന്തോ ഒരു ഭംഗിയാണ്. ഭയങ്കര ഗ്രീനറി ഒക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളതും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും. എല്ലായിടത്തും മെയിൻറ്റെനൻസിനാണ് ബുദ്ധിമുട്ടുണ്ടാവാറ്. നജീം കെ യാചിക്കൊക്കെ ഹായ് പറഞ്ഞു എൻ്റെ വ്യൂവേഴ്സിനോട്. തിരിച്ചും ഹായ് പറയൂ വ്യൂവേഴ്സ്. ഗുഡ് മോർണിംഗ് വേൾഡ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മോർണിംഗ്. ഓസ്ട്രേലിയയിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ഞങ്ങൾക്ക് 2 മണിക്കൂർ ലേ ഓവർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനൊന്ന് വാഷ്റൂമിലൊക്കെ പോയി ഫ്രഷ് ആയിട്ടോ. ഇത് ലൈഫ് സേവറാണ് കേട്ടോ. എനിക്ക് ഈ ഫോറിൻ കൺട്രീസിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങിച്ചൊരു സാധനമാണ്. ഇതിൻ്റെ പേര് ഞാനിവിടെ കൊടുക്കാം കേട്ടോ. ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞാനൊന്ന് സെറ്റായി തിരിച്ച് വീണ്ടും നമ്മുടെ ടെർമിനലിലോട്ട് നടക്കുകയാണ്. ടെർമിനൽ 1 ഞങ്ങൾക്ക് പോകേണ്ടത്. ടെർമിനൽ 2 ഞങ്ങൾ ലാൻഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു സെൽഫി സ്പോട്ട് കണ്ടു ഞാൻ. അപ്പോൾ നമ്മൾ സ്കൈ ട്രെയിനിലാണ് പോകുന്നത്. ലൈക്ക് എ മെട്രോ ട്രെയിൻ, അത്രേ ഉള്ളൂ. സ്കൈ ട്രെയിനിന് പേരേ ഉള്ളൂ. ആക്ച്വലി അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ ടെർമിനൽ 1 നടക്കുകയാണ്. കുറേ നടക്കാനുണ്ട്. സോ പോയി നോക്കാം. നമ്മുടെ ഫ്ലൈറ്റിന് വേണ്ടി നമ്മൾ നമ്മുടെ ടെർമിനലിൽ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഫ്ലൈറ്റ് വന്നു. ഞാൻ ഫ്ലൈറ്റ് കയറി. എനിക്ക് ഇത്തവണ വിൻഡോ സീറ്റ് കിട്ടിയായിരുന്നു കേട്ടോ. സോ ഞാൻ പുറം കാഴ്ചകളൊക്കെ മയങ്ങിയിരിക്കുകയാണ്. ഫ്ലൈറ്റിൽ ഇവരായിരുന്നു കേട്ടോ എൻ്റെ എൻ്റർടൈൻമെൻറ്റ് സോഴ്സ്. അപ്പോൾ ഞാൻ ഹാപ്പി ആയിരുന്നു. ഇതായിരുന്നു കേട്ടോ സിംഗപ്പൂരിൽ നിന്നുള്ള പുറത്തേക്കുള്ള വ്യൂ. ഫ്ലൈറ്റിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഫുഡ് വന്നു. നല്ല വിശപ്പായിരുന്നു. കാരണം ആ ദിവസത്തെ എൻ്റെ ഫസ്റ്റ് മീലാണിത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം ഒരു സിനിമ കണ്ടു. കാരണം ഒരു 5 hours ഉണ്ടായിരുന്നു പേർത്തിലോട്ട്. അങ്ങനെ ഫിലിം കണ്ടു. ആക്ച്വലി നല്ല സിനിമ കേട്ടോ. കുറേ ചിരിക്കാനുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സിനിമ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു 3/4 ഭാഗമായപ്പോഴേക്കും
നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനായി. സോ ഐ എം സോ ഹാപ്പി ആൻഡ് ത്രിൽഡ് ടു സീ ഓസ്ട്രേലിയ. സോ അതിൻ്റെ ഒരു സന്തോഷം കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ലാൻഡിങ് ആയി, പതിയെ പതിയെ താഴോട്ട് വരാൻ തുടങ്ങി ഫ്ലൈറ്റ്. യെസ്, സുൽത്താനെ എനിക്ക് ഇടയ്ക്ക് വെച്ച് മിസ്സായി. ഞാൻ എൻ്റെ ഇമിഗ്രേഷൻ കഴിഞ്ഞു. ഇനി ഐ എം ഗോയിങ് ടു ക്ലെയിം മൈ ബാഗേജ്. ഇവരാരും കാണുന്നില്ല, എനിക്ക് വിളിച്ചിട്ടാണ് കിട്ടുന്നുമില്ല. അങ്ങനെ ബാഗേജ് എടുക്കാൻ വേണ്ടി നിന്നു. ബാഗ് വന്നു. അവിടെ അതേ ഒരു പട്ടിക്കുട്ടി നോക്കൂ, ഇൻവെസ്റ്റിഗേഷനാണ് മിസ്റ്റർ. അങ്ങനെ ദേ എല്ലാവരും വന്നു. ദേ ഫ്ലവേഴ്സൊക്കെ തന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ ഓസ്ട്രേലിയയിലെത്തി. ഇവിടെ DS ഡാൻസ് കമ്പനീൻ്റെ ആനുവൽ ഡേ ഷോയ്ക്കാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. സോ അവരൊക്കെ വന്നു, ഞങ്ങളെ പിക്ക് ചെയ്ത് നമ്മുടെ സ്റ്റേയിൽ എത്തിച്ചു കേട്ടോ. ഇതാണ് ഇനി എൻ്റെ കുറച്ച് ദിവസത്തേക്കുള്ള വീട്. യെസ്, ഇവിടെയാണ് ഞാൻ താമസിക്കാൻ പോകുന്നത്. അറ്റ് ലാസ്റ്റ് ഞാൻ ഇവിടെ പേർത്തിലെത്തി, ഓസ്ട്രേലിയയിൽ. ഇവിടെ അത്യാവശ്യം തണുപ്പുണ്ട്. എനിക്കൊക്കെ താങ്ങാവുന്ന അതിനേക്കാൾ കൂടുതൽ തണുപ്പുണ്ട്. കാരണം കുറച്ച് തണുപ്പ് വരുമ്പം തന്നെ എനിക്ക് നല്ല പണി കിട്ടാറുള്ള ഒരാളാണ് ഞാൻ. ഐ എം സോ ഹാപ്പി, ഐ എം സോ ബ്ലെസ്ഡ്. ബിക്കോസ് ഒരുപാട് കാലം എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും, ഞാനൊക്കെ എപ്പോഴാണ് പോവോ? അതൊരു വിദൂര സ്വപ്നമായിട്ട് ഞാനെപ്പോഴും കണക്കാക്കിയിട്ടാണ് ഉള്ളത്. എൻ്റെ കണ്ണൂർ ഭാഗത്തുനിന്നൊന്നും അധികം അങ്ങനെ ഞാൻ പോയി കണ്ടിട്ടില്ല. ഞാൻ അറിയാത്താണോന്ന് അറിയില്ല, പക്ഷെ എന്തായാലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇവിടുന്ന് കാര്യം വിളിക്കാനാ എന്നൊക്കെ ഉള്ളൊരു മൈൻഡായിരുന്നു. പക്ഷേ ഈ 2025 ദിസ് ഈസ്, എനിക്ക് അറിഞ്ഞൂടാ, എൻ്റെ എന്തായാലും ഒരു 5-ൽ കൂടുതലാണ് എൻ്റെ ഇൻ്റർനാഷണൽ ട്രിപ്സ് ഷോസിന് വേണ്ടിയിട്ട്. നോട്ട് ദ പോയിൻറ്റ്, ഷോസിന് വേണ്ടിയിട്ടാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ, അടുത്തത് ന്യൂസിലൻഡിൽ. ഐ എം ടച്ച് വുഡ്, ഐ എം സോ ബ്ലെസ്ഡ്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു സാധനത്തിന് ആഗ്രഹിച്ചിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കത് കിട്ടും കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ മടി പിടിച്ച് പ്രാക്ടീസ് ചെയ്യാതിരിക്കുന്ന ദിവസങ്ങൾ പോലും ഇനി എൻ്റെ ലൈഫിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് ഞാൻ എന്നോട് തന്നെ ഓർമ്മിപ്പിക്കുന്ന കുറച്ച് ദിവസങ്ങളിലൊന്നാണ്. ഭയങ്കര തണുപ്പ്, എൻ്റെ സ്കിന്നൊക്കെ ഇങ്ങനെ ഇതാവാൻ തുടങ്ങും ചാൻസ് ഉണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ. പ്ലാസ്റ്റിക് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് ടയേർഡാണ്, എനിക്കൊന്നും വയ്യ. ഞാൻ ജസ്റ്റ് കുളിച്ചു, ഈ കിടന്നുറങ്ങലേ പണി നടക്കുള്ളൂ. അപ്പോൾ നാളെ ഫ്രഷായിട്ട് ബാക്കി കാര്യങ്ങളിലോട്ടങ്ങ് പോവാം. അപ്പം ഇന്ന് ഈ ഒരു ഓസ്ട്രേലിയയിലേക്ക് എത്തുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഇതെൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷനാണ്. എനിക്കൊരുപാട് കാലം കഴിഞ്ഞിട്ട് എടുത്ത് നോക്കാൻ പറ്റിയൊരു വീഡിയോ ആയിട്ട് ഞാൻ കാണുന്നതാണ്. ആൻഡ് ബിഫോർ ദാറ്റ് ഫ്ലവേഴ്സ്, ഇതിടാനൊരു ഫ്ലവർ പോട്ടൊന്നും ഇവിടെ ഇല്ല. വെള്ളം തളിച്ചു കൊടുത്തിട്ട് ജീവനോടെ നിർത്തിക്കാം.